സന്ദേശം എന്ന സിനിമയിൽ സ്ത്രീ വിഷയം കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുന്നത് ഇടതുപക്ഷമാണെന്ന് സത്യൻ അന്തിക്കാട് ഒരു അലവലാതിത്തരം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം പ്രവർത്തികൾ റിയൽ ആയിട്ട് ആരാണ് ചെയ്യുന്നത് എന്നതിന് ഒരു പ്രസംഗം ഉദാഹരണമായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്ത്രീകൾ ഉടനെ ബ്ലൗസ് വലിച്ച് സ്വയം അങ്ങ് കീറണം. ഇടുക്കി DCC പ്രസിഡന്റിന്റെ ഒരു ആഹ്വാനവും അദ്ദേഹം മുൻപ് നടപ്പാക്കിയ ഒരു റിയൽ പെണ്ണ് കേസിന്റെ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് കേട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടുത്തു ആൻസി ഓരെണ്ണം അവന്റെ തലയുടെ പണ്ട പറഞ്ഞു. ഇവന്മാർക്ക് മാത്രമുള്ള ഈ ഗുണ്ടകളുള്ളതല്ലേ പറയുന്നത്. നമ്മുടെ ഗുണ്ടകളുള്ള നല്ല ചെറുപ്പക്കാർ 19 പേരെന്നുള്ളത് കാപ്പിപ്പത്രമായിട്ട് ചുമ്മാ മറ്റേ ഈ നെഞ്ഞാമിഞ്ഞ സാധനങ്ങളല്ല പോകുന്നത്. കാപ്പിപ്പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെല്ലുള്ളൂ. ക്യാമ്പിന് പോയിരുന്ന ഉമ്മാരുടെ ബോർഡ് കാണാനായിട്ട് മുനിമാർക്ക് മാത്രമല്ല ബോർഡ് കയറാൻ അറിയാവുന്നത്. കണ്ട ബോർഡിലാണ് കൊണ്ട് വലിച്ചത് ആടിയിട്ട് ചവിട്ടി. അപ്പൊ ഇവര് അറിഞ്ഞു വന്നപ്പോ തിരുവരെ യോഗത്തിൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പൊ പറഞ്ഞത് നമ്മുടെ ഒരാളിനെ ഓടിച്ച് ഭാഗ്യം കയറ്റിയേക്കാൻ അവനല്ല ഈ സാധനം മുട്ടിയുള്ളത് അങ്ങനെ എടുത്ത് നീക്കാൻ വന്നാലും. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശുദ്ധ താരമുണ്ട്, ബിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്, മനസ്സിലായില്ലേ? അയാൾ തെരി പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. അടുത്ത് കൊന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് കിട്ടണം. ആദിവാസിയാണ്. പിന്നെ വകുപ്പെല്ലാം അവിടെ നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം കേട്ടല്ലോ. സത്യൻ അന്തിക്കാട് കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരെ നമുക്ക് സ്ത്രീ വിഷയത്തിൽ പെടുത്താമെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ അലവലാതിത്തരം സിനിമ എന്ന പേരിൽ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണത് നടപ്പാക്കിയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അദ്ദേഹത്തിന്റെ സംഖ്യ മനസ്സുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഇടതുപക്ഷത്തോടുള്ള വിദ്വേഷം അത് പരമാവധി പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം സിനിമയാണ്. സിനിമയിലൂടെ സൃഷ്ടിച്ചു വെച്ച പല തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. ഇതുപോലെ എത്ര സംഭവങ്ങൾ. എതിർപക്ഷത്ത് നിൽക്കുന്നവർ ശക്തരാണെങ്കിൽ പ്രിവിലേജ് കുടുംബത്തിൽ നിന്നും തറവാട്ടിൽ നിന്നും, അതാണല്ലോ ഈ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരെന്ന് ആരുദ്ദേശിക്കുന്നത്? സത്യൻ അന്തിക്കാട് ഉദ്ദേശിക്കുന്നത്. തറവാട്ടിൽ പിറന്നവർ ഇടതുപക്ഷത്തിൽ വരില്ലല്ലോ, തൊഴിലാളി പാർട്ടിയല്ലേ. ആ തൊഴിലാളി പാർട്ടിയിലുള്ളവരെ അധിക്ഷേപിക്കാൻ തറവാട്ടിൽ പിറന്ന അദ്ദേഹം എഴുതിയ ആ ഡയലോഗ് യഥാർത്ഥത്തിൽ ആരാണ് നടപ്പാക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒപ്പം നിൽക്കുന്ന സ്ത്രീകളോട് ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലൗസ് വലിച്ചു കീറുക, അതിൻ്റെ പേരിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ കേസിൽപ്പെടുത്തുക എന്നുള്ള ആ വൃത്തികെട്ട രാഷ്ട്രീയം നടപ്പാക്കിയിരുന്നത് ആരാണ് എന്നതിൻ്റെ തെളിവാണ് വർഗീസിന്റെ വായിൽ നിന്ന് വന്ന ആ വാചകം. അപ്പോൾ നാട് മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിൽ ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സിനിമ എടുക്കാൻ ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. അന്ന് കോൺഗ്രസിനൊപ്പം നിന്ന സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിന്റെ സംഖ്യ മനസ്സ് മറച്ചു വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ അത് പ്രകടമാക്കുമ്പോൾ ഇന്നലകളിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ അങ്ങനെ ഒരു ഡയലോഗും സീനും ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാൻ സിനിമ എന്ന മാധ്യമത്തെ വിദഗ്ധമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ വിദഗ്ധമായ അക്കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ആരാണ് എന്നതിൻ്റെ തെളിവാണ് ഇടുക്കി DCC പ്രസിഡന്റിന്റെ വായിൽ നിന്ന് വന്ന ആ അലവലാതിത്തരമെന്ന് പറയേണ്ടി വരികയാണ്.